ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് പാരിഷ് മീറ്റിൽ നമ്മൾ പതിവായി അവതരിപ്പിച്ചു വരുന്നത് ഓരോ ദേവാലയത്തിലെയും വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഓരോ ദേവാലയത്തിലും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വിഭിന്നങ്ങളായ വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയുന്നു. കലാകായിക രംഗത്ത്, സംഗീത രംഗത്ത്, സിനിമാ മേഖലകളിൽ ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് യുവതിയുവാക്കളെ ഇടവകയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കലാകാരന്മാരെ കൂടി ഗുഡ്നസ് പാരിഷ് മീറ്റിൽ അവതരിപ്പിക്കുവാൻ ഈ എപ്പിസോഡ് മുതൽ ആരംഭിക്കുകയാണ്. ഇടവകയിലെ പ്രതിഭയെ തേടി ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇരിങ്ങാലക്കുട രൂപതയിലെ എടമുട്ടം ക്രൈസ്റ്റ് കിങ് ദേവാലയത്തിലാണ്. ക്രിസ്തുരാജൻ്റെ ഈ ദേവാലയത്തിലെ ഇടവക പ്രതിഭ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വികാരിയച്ഛനെ കണ്ടിട്ട് ആരാണെന്ന് അന്വേഷിക്കാം. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛനെ അന്വേഷിച്ചു വരികയായിരുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി സിൻഡോ മാടവന അച്ഛനാണ്. അച്ഛ ഇടവകയിലെ പ്രതിഭയെ തേടിയിട്ടാണ് എടമുട്ടം ദേവാലയത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഗുഡ്നസ് പാരിഷ് മീറ്റിനകത്ത് പുതിയൊരു സെഗ്മെൻറ്റ് കൂടി ആരംഭിക്കുകയാണ്. ഓരോ ഇടവകയിലെയും പ്രതിഭകളെ പരിചയപ്പെടുത്തുക. അച്ഛൻ്റെ ദേവാലയത്തിലൊരു പ്രതിഭ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. ആരാണ് ആ പ്രതിഭ? അത് പറയുന്നതിന് മുമ്പ് യൂത്തൊക്കെ ആയിട്ടാണല്ലോ, എന്താണ് പരിപാടി? ഇന്ന് ഞങ്ങൾക്കൊരു അഭിമാന നിമിഷമാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ യുവജനങ്ങളുടെ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുർബാന ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരികയായിരുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇടവകയിലെ ഞങ്ങളുടെ അഭിമാനം തെക്കേക്കര പ്രിയങ്ക ലൂയിസ്, അവൾ വളരെ മനോഹരമായിട്ട് പെൻസിൽ ഡ്രോയിങ് നടത്തി. മറ്റൊരുപാട് കഴിവുകളുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട കാത്തലിക് ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കുക. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധരുടെ, പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ട് തോന്നി കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ വളരെ മനോഹരമായിട്ട് അവൾ വരച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ അംഗീകാരം ലഭിച്ച് ഞങ്ങൾക്ക് ഇടവകയിലൊരു അഭിമാനമായി നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ KCYM ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ അവളൊരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. പ്രിയങ്ക വരച്ച ചിത്രങ്ങളും ഒപ്പം ലൈവായിട്ട് അവൾ ചിത്രം വരയ്ക്കുന്നതൊക്കെ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്ന ദിവസം നല്ലതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ വന്ന ദിവസം നല്ല ദിവസമാണ്. പ്രിയങ്ക ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. നമുക്കേതായാലും അങ്ങോട്ട് പോയി പ്രിയങ്കയെ പരിചയപ്പെടാം. ഏതായാലും നമുക്ക് ഒന്നിച്ചു പോകാം. പ്രിയങ്ക നമസ്കാരം. നമസ്കാരം. പ്രിയങ്ക ലൂയിസ് അല്ലേ? എന്താണ് ക്രിസ്തുരാജനെ വരയ്ക്കാനായിട്ട് ഇത്രയ്ക്ക് താല്പര്യം? ക്രിസ്തുരാജനെ വരയ്ക്കാന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തുടങ്ങി കാണുന്ന ഒരു രൂപമാണ് ക്രിസ്തുരാജൻ്റെ. പള്ളിയിൽ തൊട്ടായാലും വീട്ടിലായാലും പ്രാർത്ഥനാ റൂമിലുള്ള രൂപം എന്ന് പറഞ്ഞാൽ തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലേ തുടങ്ങിയ ആ രൂപത്തിനോട് വലിയൊരു ഇഷ്ടമുണ്ട്. ചെറുപ്പം തുടങ്ങി വരയ്ക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായത് എങ്ങനെയാണ്? ചെറുപ്പം തുടങ്ങി ഞാൻ അധികം വരയ്ക്കൊന്നുമില്ല. സ്കൂളിലേക്കൊക്കെ ഉള്ള ചാർട്ട്, അസൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊറോണ കാലത്താണ് ലോക്ക്ഡൗൺ ആയപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വരച്ചു തുടങ്ങിയതാണ് ശരിക്കും. ഒരു പ്രചോദനം ഈ ചെറുപ്പത്തിൽ ഉണ്ടാകാനായുള്ളൊരു കാരണം എന്താണ്? വരയ്ക്കണമെന്നുള്ള ഒരാഗ്രഹം, ഇല്ലെങ്കിൽ ഇടക്കാലത്ത് വീണ്ടും ഈ കോവിഡിൻ്റെ കാലത്ത് അത് കൂടുതൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് തോന്നിയതെന്ത്? വീട്ടിൽ അപ്പാപ്പൻ നന്നായിട്ട് വരയ്ക്കും. പുൽക്കൂടൊക്കെ ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്.
പിന്നെ അപ്പച്ചൻ ടൈലറാണ്. അപ്പോൾ അപ്പച്ചന് അത്യാവശ്യം എനിക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി തരാനുള്ളതൊക്കെ അപ്പച്ചനാണ്. പിന്നെ ചേട്ടനും അതെ, ഇതേപോലെ എല്ലാത്തിനും സപ്പോർട്ട് ചേട്ടനാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ കൊറോണ കാലത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ആദ്യം തോന്നിയത് വരയ്ക്കാനാണ്. അപ്പോൾ അത് തന്നെയാണ് വരച്ച് തുടങ്ങിയത്. പിന്നെ കൂടുതലും വരച്ചതും യേശുവിൻ്റെ ചിത്രങ്ങളും മാതാവിൻ്റെ ചിത്രങ്ങളുമാണ്. അതിപ്പോൾ പണ്ട് തുടങ്ങി ഞാൻ ചേട്ടൻ്റെ നിന്ന് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ പേന വാങ്ങിയ ചേട്ടൻ ആദ്യം അതുകൊണ്ട് ജീസസ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബുക്ക് വാങ്ങിയ അതിലാദ്യം ജീസസ് എഴുതാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചിത്രം വരച്ച് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് യേശുവിൻ്റെ ചിത്രം വരച്ചാണ് തുടങ്ങിയത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും ഒരു മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ആരംഭം. മാതാപിതാക്കളാണ് ഓരോ കുഞ്ഞുമക്കളെയും ചെറുപ്പകാലം മുതൽ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചേട്ടൻ വരച്ച ആ ഒരു ഈശോയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു കുരിശ്, അതിൽ നിന്നാണ് കൂടുതലായിട്ട് ഈശോയുടെയും മാതാവിൻ്റെയും അല്ലെങ്കിൽ ക്രൈസ്തവത നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാനുള്ളൊരു താല്പര്യം കൂടുതലായിട്ട് ഉണ്ടായത്. അപ്പോൾ KCYM ഇന്നിവിടെ ആദരിച്ചു എന്നുള്ളത് വികാരിയച്ഛൻ ഞങ്ങളോട് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു. എങ്ങനെയുണ്ട് ഇവരുടെ ഒരു സപ്പോർട്ട്, KCYMൻ്റെ സപ്പോർട്ട്, ഇവിടുത്തെ യുവാക്കളുടെ? ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ ജസ്വിനാണ്. ഞാൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവൻ ആദ്യം തന്നെ വരും. പേപ്പർ കട്ട് ചെയ്യാനായാലും എന്ത് മേടിച്ചിട്ട് വരാനാണെങ്കിലും, ഇപ്പോൾ പള്ളിക്ക് വരാനായാലും കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ എല്ലാത്തിനും വിളിക്കുക അവനാണ്. അപ്പോൾ അവൻ കൊണ്ടുതരും. എല്ലാ കാര്യത്തിനും അവൻ സപ്പോർട്ട് ചെയ്യും. ബാക്കി എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വികാരിയച്ഛൻ്റെയും വലിയ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, മാതാപിതാക്കൾക്ക് എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട്? അവർ വളരെ സപ്പോർട്ടാണ്. എന്താ പറയുക, എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ചില സമയത്ത് തലേ ദിവസം ചിലപ്പോൾ പറയും ഇത് വരച്ചു തരുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ ചിലപ്പോൾ ചോറൊക്കെ വരുത്തതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ ഇത് വരയ്ക്കാനുണ്ടാവുക. അപ്പോൾ അവരെല്ലാ കാര്യത്തിനും, ഇപ്പോൾ എന്ത് സാധനം മേടിക്കണം എന്ന് പറഞ്ഞാലും നീ വാങ്ങിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് എല്ലാം അവരാണ് ചെയ്യണത്. നമുക്ക് പ്രിയങ്കയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. അതിന് ഇടയ്ക്ക് നമുക്ക് ഈ എക്സിബിഷൻ ഒന്ന് കണ്ടിട്ട് വീണ്ടും തിരിച്ചു വരാം. ദൈവവചന പ്രഘോഷണം പോലെ വളരെ മനോഹരമായ വരകളാണ് പ്രിയങ്കയുടേതായി നമുക്ക് എക്സിബിഷനിൽ കാണാനായിട്ട് കഴിഞ്ഞത്. പ്രിയങ്കയുടെ കൂട്ടുകാർ ഇവിടെ റെഡിയാണ്. പ്രിയങ്കയെക്കുറിച്ച് അവർക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് ജസ്വിൻ്റെ വാക്കുകളിൽ നിന്ന് ആരംഭിക്കാം. ചേച്ചി പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതലും വരയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിൻ്റെ ഫോട്ടോസാണ് അധികം വരച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റീൽസ് അധികം മാതാവിൻ്റെ ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ റീൽസ് ഞാൻ കണ്ടിട്ടുള്ളത് മാതാവിൻ്റെ ചിത്രം ഇട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ചിത്രങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു ചെയ്യാറുണ്ട്. ആളുടെ എല്ലാ ഡ്രോയിങ്സും നമുക്ക് കാണുകയാണെങ്കിൽ ഒന്നിനൊന്ന് മികച്ച ഡ്രോയിങ്സാണ്. എല്ലാം വളരെ രസകരമായ ചിത്രങ്ങളാണ്. ഒന്നിനൊരു കുറ്റം നമുക്ക് പറയാനില്ല. ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ഒരു വോവ് ഫീലാണ് എല്ലാത്തിനും നമുക്ക് കിട്ടുക. ഇത്രയും കഴിവുണ്ടായിട്ടും ഭയങ്കര എളിമയുള്ളൊരു മനസ്സാണ് ആൾ. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എന്താ പറയുക, അത്ര നമുക്ക് അങ്ങനെ തോന്നിക്കില്ല. ആൾ പക്ഷെ നല്ല എളിമയുള്ളൊരു മനസ്സാണ് ആളുടെ. ഞാനിപ്പോൾ ഇന്നാണ് ആളുടെ ആദ്യമായിട്ട് ഇത്ര വർക്കുകൾ ഞാൻ കാണുന്നത്. ഞങ്ങൾ പള്ളിയിൽ ഇപ്പോൾ എക്സിബിഷൻ നടത്തിയായിരുന്നു. അപ്പോൾ ആളെ പരിചയപ്പെടാൻ പറ്റിയാലും ഇങ്ങനൊരു വ്യക്തിത്വം ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടെന്ന് അറിയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ചേച്ചി. ഞങ്ങളുടെ ഇടവകയുടെ തന്നെ അഭിമാനമാണ്. വളരെ നല്ല രസകരമായ ചിത്രങ്ങളാണ്. കുറേ ക്രിസ്തുരാജൻ്റെയും മാതാവിൻ്റെ ഒക്കെ ചിത്രങ്ങളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ദൈവം തന്നൊരു കഴിവ് അത് ദൈവത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു കലാകാരിയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് പ്രിയങ്ക. നമ്മളിവിടെ കാറ്റീസം ക്ലാസ്സിലൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ പണ്ട് തൊട്ടേ പ്രിയങ്ക ചെറിയ രീതിയിൽ പിക്ചേഴ്സൊക്കെ വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ് ആൾ.
ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് കാര്യങ്ങളൊക്കെ ഇമേജ് വരച്ചിട്ട് ഇടാറുണ്ട്. പിന്നെ ഈ അടുത്ത് ആൾക്കൊരു അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ പൂക്കള മത്സരമായാലും പുൽക്കൂട് മത്സരമായാലും അവൾ മുന്നിൽ തന്നെ ഉണ്ടാവും. അവൾ കുറച്ചും കൂടി ക്രിയേറ്റീവാണ് എല്ലാത്തിലും. ഇപ്പോൾ നമ്മൾ പറയണേക്കാളും കൂടുതലായിട്ട് അവളുടെ ഉള്ളിൽ നിന്നിട്ട് ചെയ്യും. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് കോവിഡ് വന്ന സമയത്താണ് അവളുടെ കുറച്ചും കൂടി കഴിവുകളൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അവൾ അതിൽ കൂടെ റീൽസും പല വീഡിയോസൊക്കെ ഉണ്ടാക്കി എത്തിക്കുകയാണ്. ഇനിയും അവളുടെ ഉള്ളിലുള്ള കഴിവുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ നമ്മൾ ഒത്തിരി പെയിൻറ്റിങ്സ് ഇപ്പോൾ ഇവിടെ കണ്ടു. എല്ലാം ഏതൊക്കെ രീതിയിൽ വ്യത്യാസമാക്കാൻ പറ്റുമോ അത്രത്തോളം ചേച്ചി അതിൽ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ സമയം ഒത്തിരി സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 2 കൊല്ലത്തിൽ ചേച്ചി അത്ര പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ചേച്ചി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും അതിലൂടെയാണ് ചേച്ചിയുടെ കഴിവൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. ചേച്ചിയുടെ കഴിവും അതുപോലെ തന്നെ ചേച്ചിയുടെ മാതൃകാപരമായ ജീവിതവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഏതായാലും എക്സിബിഷൻ നടക്കുന്നത് നമ്മൾ കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ മികവാർന്ന ചിത്രങ്ങളാണ് പ്രിയങ്ക വരച്ചിട്ടുള്ളത്. KC വേമങ്കാരോട് ഞാൻ തൽക്കാലം യാത്ര പറയുകയാണ്. ഞങ്ങൾ പ്രിയങ്കയുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് മാതാപിതാക്കളെ കൂടി ഒന്ന് നമുക്ക് പ്രിയങ്കയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രിയങ്കയുടെ വീടിൻ്റെ മുൻപിലാണ്. പ്രിയങ്കയുടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് അവരെ പരിചയപ്പെടാം. പ്രിയങ്കയും അച്ഛനും എൻ്റെ കൂടെയുണ്ട്. നമുക്ക് പോകാം. നമസ്കാരം. ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു. നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പ്രിയങ്കയുടെ വീടിനകത്ത് നാം പ്രവേശിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ്. പ്രിയങ്കയുടെ കുടുംബം ഇപ്പോൾ കൂടെയുണ്ട്. അപ്പച്ചൻ്റെ പേര് ലൂയിസ് എന്നാണ്. പ്രിയങ്കയെ പരിചയപ്പെട്ടപ്പോൾ അത് മനസ്സിലായി. അമ്മച്ചിയുടെ പേര്? എൻ്റെ പേര് മിനി. ഇത് എൻ്റെ പേര് ഗ്രീഷ്മ. ഗ്രീഷ്മ എന്ന് പറയുന്നത് പ്രിയങ്കയുടെ ചേട്ടൻ്റെ ഭാര്യയാണ്, നാത്തൂനാണ് അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന മകളാണ്. ഇങ്ങനെയൊരു കലാവാസന ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നിയത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ അപ്പൻ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു ഇത് എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ പിന്നെ അവൾക്ക് ഓരോ സമ്മാനങ്ങൾ കിട്ടി. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. അപ്പച്ചൻ നന്നായിട്ട് വരക്കും? അപ്പച്ചൻ വരയ്ക്കും. പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കും? അപ്പച്ചൻ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഇവർ കൊച്ചുനാളെ ആയിരിക്കുമ്പോൾ ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കലും, അവരെ എല്ലാ കാര്യത്തിനും എന്തെങ്കിലും സ്കൂളുകളിലേക്കൊക്കെ എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടെങ്കിൽ അപ്പൻ വഴി കാട്ടി. അപ്പോൾ എല്ലാ കാര്യത്തിലും അപ്പൻ അവർക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. എന്താണ് അമ്മച്ചിക്ക് മകളെക്കുറിച്ച് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. അവൾക്ക് പള്ളിയിലായാലും എപ്പോഴും വിളിച്ച് ചിത്രങ്ങളൊക്കെ വരപ്പിക്കും. ഇവിടെയും ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരച്ച് ഒട്ടിക്കലും ഒക്കെയാണ്. പിന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഈ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ അമ്മ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം എങ്ങനെയാണ്? വളരെയധികം സന്തോഷം. പള്ളിയിലൊക്കെ അച്ഛൻ വിളിച്ച് പറയുമ്പോഴും, ജോമിനച്ഛനായാലും അതെ, പ്രിയങ്കയുടെ പേര് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ അച്ഛനും ഇപ്പോൾ വന്ന അച്ഛനും വളരെ സന്തോഷത്തിൽ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. പ്രിയങ്ക ലൂയിസ് എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറയുന്ന അച്ഛൻ, വളരെയധികം സന്തോഷം. നാത്തൂനെ കുറിച്ച് നാത്തൂന് പറയാനുള്ളത് എന്താ? ആളിത്തിരി സൈലൻ്റാണ്. പക്ഷെ വരയുടെ കാര്യം വരുമ്പോൾ ആൾക്ക് ഭയങ്കര ഐഡിയാസും കാര്യങ്ങളാണ്. ഇവിടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആളെ കൊണ്ടാണ് കൂടുതലും വരപ്പിക്കൽ. ഇപ്പോൾ പുറത്തേക്കാണെങ്കിലും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഈ ഫോട്ടോ തന്നെ വരച്ചപ്പോൾ എല്ലാവരും കൂടെയാണ് വരച്ചതെങ്കിലും പ്രിയയുടെ ആയിരുന്നു ഐഡിയാസ് മുഴുവനും. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴും ചോദിക്കും, ഇത് വാങ്ങി വെച്ചതാണോ വരച്ചതാണോ? അപ്പോൾ എല്ലാവരും അവളെ കുറിച്ച് പറയുമ്പോൾ
അഭിമാനമുണ്ട് ആലോചിക്കുമ്പോൾ. ഇപ്പോൾ ഈ വെൽക്കം എന്നുള്ള ഇത് ചിത്രം വരച്ചത് പ്രിയങ്കയാണ് അല്ലേ? അപ്പോൾ കുടുംബത്തിലാണെങ്കിലും പുറത്ത് ഒക്കെ ധാരാളമായിട്ട് വരക്കുന്നുണ്ട്, ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ KCVMൻ്റെ ആളുകൾ തന്നെ ഇന്നിപ്പോൾ ദേവാലയത്തിൽ ആദരിച്ചു, അതെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022 എന്നുള്ള അവാർഡും അതിൻ്റെ ഫലകങ്ങളും ഒക്കെ കാണാം. വലിയ ദൈവാനുഗ്രഹമാണ് തീർച്ചയായിട്ടും. നമ്മുടെ കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് ക്രിസ്തുവിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് വരച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതൊരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ക്രിസ്തുനാഥൻ പറഞ്ഞതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിട്ട് ആണ് ചിത്രങ്ങൾ പോലും വരച്ച് വരുന്നത്. എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022 അവാർഡ് ലഭിച്ചിരിക്കുന്നു. നിരവധി ഫലകങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വരച്ചത്? ഒരേ സമയം ഈശോയുടെയും മാതാവിൻ്റെയും ഫോട്ടോ തല കീഴായിട്ട് വരച്ചതിനാണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളത്. ഒരേ സമയം തല കീഴായിട്ട്, അപ്പോൾ 2 കൈ കൊണ്ട് ഒരേ സമയം വരക്കും. അതിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എന്തെങ്കിലും വിഷ്വൽ എന്തെങ്കിലും കയ്യിലുണ്ടോ? വീഡിയോ ഉണ്ട്, നമ്മുടെ പ്രേക്ഷകരെ നമുക്കതൊന്ന് കാണിക്കാം. ഞാൻ പ്രിയനുള്ളവൾ, എൻ പ്രിയൻ എനിക്കുള്ളവൻ, പ്രിയൻ നിഴലിൻ തണലെനിക്ക്, അവൻ കൃപ മതി എനിക്ക്, അവനിടം മറവെനിക്ക്, അവൻ കൃപ മതി എനിക്ക്. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് എന്താണ് പ്രേക്ഷകരോട് പ്രിയങ്കയെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ന് ഈ ആധുനിക ലോകത്ത് ഈ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ചിത്രങ്ങൾ വെച്ച് അവർക്ക് കൊണ്ടു കൊടുക്കുക, അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരിന്ന് നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ രൂപങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപങ്ങൾ മനോഹരമായി വരച്ച് അത് തനിക്ക് ലഭിച്ച ഈ താലന്ത് ദൈവം തന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിന് തന്നെ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ പ്രിയങ്കയിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. എനിക്കിന്നും ഈ കാണുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ പ്രിയങ്കയ്ക്ക് ഇങ്ങനെ ഈ ക്രൈസ്തവ ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് ഈ കുടുംബത്തിലെ പ്രാർത്ഥന അന്തരീക്ഷമാകും. ഒരുപാട് പേഴ്സണൽ പ്രെയർ നടത്തുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുചേരുന്നു, കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. പ്രത്യേക യോഗങ്ങൾ വെച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലി കുരിശുമുത്തപ്പനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ മാതാപിതാക്കൾ നൽകിയ ആ വിശ്വാസ വിത്ത് അത് മുളച്ച് ഒരു കതിരായി മാറിയതിൻ്റെ ഒരു വലിയൊരു പ്രതീകമാണ് പ്രിയങ്ക. അപ്പോൾ തീർച്ചയായിട്ടും ഇടവകയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു കുട്ടിയാണ് പ്രിയങ്ക. ഇടവകയിലെ പ്രതിഭകൾ എന്ന ഈ പരിപാടിയിൽ പ്രിയങ്കയെ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അവതാരകൻ എന്ന നിലയ്ക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം 2 കൈ കൊണ്ടും ഈശോയെ വരക്കുന്ന, ഈശോയുടെ കുരിശിൻ്റെ വഴികളിൽ അവനെ പിൻചെല്ലുന്ന, സഹനത്തിൻ്റെ പാതയിലൂടെ അച്ഛൻ പറഞ്ഞതുപോലെ പേഴ്സണൽ പ്രയറിലൂടെയും മറ്റ് പ്രാർത്ഥനകളിലൂടെയും ഒക്കെ. തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കരുത്തുള്ളതാക്കുന്നത്, ഏറ്റവും മനോഹരമാക്കുന്നത്. അത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്ന് പ്രിയങ്കയെ പരിചയപ്പെടുവാനായിട്ട് ഞാൻ ആദ്യം അച്ഛനുമായി പ്രിയങ്കയുടെ അടുത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിഞ്ഞതും ക്രിസ്തുരാജൻ്റെ മനോഹരമായ ചിത്രം വരയ്ക്കുന്നതാണ്. ക്രിസ്തുരാജൻ്റെ വലിയ ദൈവാനുഗ്രഹം പ്രിയങ്കയ്ക്ക് മാത്രമല്ല ഈ കുടുംബത്തിനും ഇടവകയ്ക്കും ഇനി പ്രിയങ്കയുമായി ഇടപെടുന്ന, സഹകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഗുഡ്നസ് ടിവിയുടെ ഒരു മെമൻറ്റോ നമുക്ക് കൊടുത്ത് പ്രിയങ്കയെ ആദരിക്കേണ്ടതുണ്ട്. നമുക്ക് ആ മെമൻറ്റോ ഒന്ന് കൊടുക്കാം. ഇടവകയിലെ പ്രതിഭയെ തേടി ദേവാലയത്തിലെത്തി പ്രതിഭയുടെ വീട്ടിൽ വന്ന് മാതാപിതാക്കളെ കണ്ട് ആ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പ്രതിഭയെ ആദരിക്കുക എന്നുള്ളതാണ് ഗുഡ്നസ് പാരീഷ് മീറ്റിൽ ഏറ്റവും മനോഹരമായി നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇടവകയിലെ പ്രതിഭയ്ക്ക് വേണ്ടിയുള്ള ഈ മെമൻറ്റോ ഞാൻ വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു. വികാരിയച്ഛൻ അത് പ്രിയങ്കയ്ക്ക് കൈമാറുന്നു. പ്രിയങ്കയ്ക്ക് മെമൻറ്റോ നൽകി എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അച്ഛന് പറയാനുള്ളത്? ഏറെ സന്തോഷമാണ്.
പ്രത്യേകിച്ച് ഈ ഇടവകയിൽ മാത്രം ചുരുങ്ങി നിന്ന ഈ പ്രിയങ്കയുടെ കഴിവ് ഈ ഗുഡ്നസ് ചാനലിലൂടെ ഈ ലോകമെങ്ങും അറിയുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനമാണ്. തൻ്റെ കഴിവ് പ്രത്യേകിച്ച് കൂടുതൽ വളർത്താൻ, തൻ്റെ താലന്ത് വളർത്താൻ ഈ ഗുഡ്നസ് ചാനലിലെ ഇടവകയിലെ പ്രതിഭ എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ ഇടവകയിലുള്ള മക്കളുടെ കഴിവുകളെ കണ്ടെത്താൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു വലിയ അവസരമായി ഞാനിതിനെ കാണുന്നു. ഈ ഗുഡ്നസ് ചാനലിലെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും. വികാരിയച്ഛൻ്റെ വാക്കുകൾ വലിയ സന്തോഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇടവകയിലെ പ്രതിഭയായി നാം അവതരിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ചിത്രം വരച്ച് നമ്മെ കാണിച്ച പ്രിയങ്ക ലൂയിസിനെയാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2022 ആ സമ്മാനാർഹയെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ നിരവധി കലാകാരന്മാരെ, കലാകാരികളെ ഇടവകയിലെ പ്രതിഭയായി അവതരിപ്പിക്കാനായിട്ട് കഴിയും എന്നാണ് ഞാനും കരുതുന്നത്. അടുത്ത മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദേവാലയത്തിൽ നിന്ന് മറ്റൊരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ കൂടെ നമുക്ക് കാണാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.